തന്നെടാ. ഇന്ന് എന്തോ ഒരു ഭാഗ്യം. ഇന്നെന്താ മിക്ക് വന്നില്ലേ? അവനെന്താ വരാത്തത്? എടാ അവന് പനിയാളാ. അവനിന് അടുത്ത ആഴ്ച തൊട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. വരൂ നമുക്ക് പോകാം. എടാ ജോണി, ഇമ്മാനുവേലേ, നമ്മളെന്ന് ശകലം നേരത്തെയാണല്ലോ. കുറച്ചു നേരം ഇവിടെ ഇരിക്കാം. ഞാൻ തളർന്നുപോയി, എന്നത്തെയും പോലെയല്ല. ഓക്കേടാ, നമുക്കപ്പോ ഇവിടെ ഇരിക്കാം. ഞാനും എന്തോ ഇന്ന് നീ പറഞ്ഞത് ഉചിതമായ ഒരു ഐഡിയ ആണ്. പിന്നെ വാ. നല്ലൊരു കാറ്റും കൂടെ അടിച്ചിരുന്നെങ്കിൽ. അതേടാ, ഇന്ന് നല്ലൊരു സുഖം നമുക്ക് കിട്ടുമായിരുന്നു അല്ലേ? അതേടാ ഇമ്മാനുവേലേ. ഇന്ന് എന്താണോ അല്ലേ മിമ്മി ചേച്ചി നമുക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്ന കഥയാണോ വിശുദ്ധനാണോ? എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു വിശുദ്ധനായിരിക്കുമെന്ന്. ജോണി, സമയമായടാ, നമുക്ക് പോകാം. ഓക്കേ, വരൂ. സ്പീഡിൽ നടക്കൂ, പെട്ടെന്ന് പോവണ്ടേ? അതേടാ ജോണി, പെട്ടെന്ന്. അപ്പോൾ ടോമിയും ജോണിയും ഇന്നലെ വന്ന നിക്കു എവിടെ? അവൻ എന്താ ജോണി വരാത്തത്? നിന്റെ കൂട്ടുകാരനല്ലേ? ബാക്കി ഇമ്മാനുവേലും അന്നയും വന്നിട്ടുണ്ടല്ലോ, പിന്നെന്താ അവൻ വരാത്തത്? അവന് പനിയാണ് ചേച്ചി. അവൻ അടുത്ത ആഴ്ച തൊട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ടോമി, നീ ഇമ്മാനുവേലിനെ എല്ലാ ദിവസവും കൊണ്ടുവരുമല്ലോ? അതെ ചേച്ചി, ഞാൻ എല്ലാ ദിവസവും അവനെ കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്നും ചേച്ചി ഒരു വിശുദ്ധന്റെ ജീവചരിത്രമാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. ഈ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുന്നത് ജനുവരി 7-ാം തീയതിയാണ്. വിശുദ്ധ റേമൻ ജനിക്കുന്നത് സ്പെയിനിലെ കാറ്റലോണിയയിലാണ്. 1175 ജനിച്ച അദ്ദേഹത്തിന് അരഗോണിലെ രാജാവുമായി രക്തബന്ധമുണ്ടായിരുന്നു. പെനിഫോർട്ട് കാറ്റലോണിയയിലെ കോട്ടയിലാണ്. അങ്ങനെയാണ് പെനിഫോർട്ടിലെ റേമണ്ട് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. 20ാമത്തെ വയസ്സിൽ റേമൺ ബോളത്തെ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്തതിനു ശേഷം അവിടെ തന്നെ ഒരു അധ്യാപകനായി. അദ്ദേഹത്തിന്റെ അധ്യാപനം മികച്ചതായിരുന്നു. 15 കൊല്ലത്തോളം അദ്ദേഹം അവിടെ തത്വശാസ്ത്രം പഠിപ്പിച്ചിരുന്നു. 1222 അദ്ദേഹം ബാഴ്സലോണയിൽ വന്ന് ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു. അരഗോണിലെ രാജാവായ ജെയിംസിനോടും വിശുദ്ധ പീറ്റർ നൊളസ്കോയോടും ചേർന്ന് അദ്ദേഹം അടിമകളുടെ വിമോചനത്തിനു വേണ്ടി കാരുണ്യ മാതാവിന്റെ ഒരു സംഘം രൂപീകരിച്ചു. മൂറുകളിൽ നിന്ന് ആയിരക്കണക്കിന് അടിമകളെ അദ്ദേഹം വിമോചിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അനേകം പതിതരെയും യഹൂദരെയും മൂറുകളെയും മാനസാന്തരപ്പെടുത്തി. ആത്മപരിത്യാഗം വഴി വിശുദ്ധി നേടുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പ്രാർത്ഥനാ ജീവിതവും പ്രേക്ഷിത പ്രവർത്തനങ്ങളും സംയോജിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തനാനിരതനായി കഴിഞ്ഞു. 1230 ഫാദർ റേമണ്ട് 9 ഗ്രിഗോറിയസ് മാർപ്പാപ്പയുടെ കുമ്പസാരക്കാരനും ഗ്രാൻഡ് പെനിറ്റൻഷ്യറിയുമായി നിയമിക്കപ്പെട്ടു. നൂറ്റാണ്ടുകളായി ചരിത്രരേഖകളിൽ ചിതറിക്കിടന്നിരുന്ന റോമൻ കൽപ്പനകളെല്ലാം അദ്ദേഹം ക്രോഡീകരിച്ച് സമാഹരിച്ച് സൗകര്യപ്രദമായ പുസ്തകമാക്കി. 1917 പുതിയ കാനൻ നിയമസംഹിത ഉണ്ടാക്കുന്നത് വരെ റേമണ്ടിന്റെ സമാഹാരമാണ് കാനൻ നിയമങ്ങളുടെ അടിസ്ഥാന ഗ്രന്ഥമായി അറിയപ്പെട്ടിരുന്നത്. 60ാമത്തെ വയസ്സിൽ റേമണ്ടിനെ അരഗോണിലെ മെത്രാപ്പൊലിത്തയായി മാർപ്പാപ്പ നിയമിച്ചുവെങ്കിലും സ്ഥാനമാനങ്ങൾ ഇഷ്ടപ്പെടാത്ത അദ്ദേഹം 2 കൊല്ലം കഴിഞ്ഞ് സ്ഥാനത്യാഗം നടത്തി സ്പെയിനിലേക്ക് തിരിച്ചുപോയി. എന്നാൽ 63ാമത്തെ വയസ്സിൽ അദ്ദേഹം ഡൊമിനിക്കൻ സഭയുടെ മാസ്റ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഡൊമിനിക്കൻ ഭവനങ്ങളെല്ലാം അദ്ദേഹം കാൽനടയായി സന്ദർശിച്ചിരുന്നു. അതിനിടെ മാസ്റ്റർ ജനറാളിന് സ്ഥാനമൊഴിയാൻ തക്ക മാറ്റം ഡൊമിനിക്കൻ സഭയുടെ നിയമാവലിയിൽ അദ്ദേഹം എഴുതിച്ചേർത്തു. പുതിയ നിയമാവലി അംഗീകരിക്കപ്പെട്ടതോടെ 65ാം വയസ്സിൽ അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ ശേഷം അദ്ദേഹം സാരസന്മാരുടെ ഇടയിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തി 18 വർഷം കൊണ്ട് 10,000-ഓളം പേരെ മാനസാന്തരപ്പെടുത്തി ജ്ഞാനസ്നാനം കൊടുത്തു. 100ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. നിങ്ങൾക്ക് ഈ വിശുദ്ധന്റെ ജീവിതത്തിൽ നിന്ന് എന്താണ് മനസ്സിലായത് കുട്ടികളെ? ശാരീരിക അടിമത്തത്തെക്കാൾ ഹീനമായത് പാപത്തിനുള്ള അടിമത്തമാണ്. അതിൽ നിന്നാണ് നമ്മൾ മോചനം തേടേണ്ടത്. വെരി ഗുഡ് ഇമ്മാനുവേൽ. എല്ലാവരും ഇമ്മാനുവേലിന് അഭിനന്ദനങ്ങൾ നൽകണം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ എല്ലാവരും വരുമല്ലോ. ചേച്ചിയുടെ ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടമായോ കുട്ടികളെ? ഇഷ്ടമായി ചേച്ചി. അതെ, ഇന്നത്തെ വ്യത്യസ്തമായിരുന്നു. അതെ, എനിക്കും നല്ല ഇഷ്ടമായി. അതെ
കൊള്ളാമായിരുന്നു ചേച്ചി. എല്ലാവർക്കും എന്റെ ചേച്ചി പറഞ്ഞ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊന്നും ആരും മറക്കരുതേ കൂട്ടുകാരെ. അതെ, ആരും മറക്കരുത് കേട്ടോ, ഒരിക്കലും. അപ്പോൾ ചേച്ചിയുടെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ